അടുത്തതായിട്ട് സപ്പോസ് L greater than or equal to J belongs to 1, L minus 1 and V1, etc. VR is a linearly independent subset n T minus lambda raised to J plus 1 such that span of V1, etc. VR intersection n T minus lambda raised to J is equal to set 0. Then T minus lambda I of V1, etc. T minus lambda I of VR intersection n T minus lambda raised to J minus 1 is equal to set 0. അതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. V1, etc. VR എന്ന് പറയുന്നത് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സബ്സെറ്റ് ഓഫ് T minus lambda raised to J plus 1 ആണ്. സച്ച് ദാറ്റ് V1, etc. VR ഇൻ്റർസെക്ഷൻ T minus lambda raised to J എന്ന് പറയുന്നത് സെറ്റ് 0 ആണ്. അങ്ങനെയാണ് T minus lambda I V1, etc. T minus lambda I VR ഇൻ്റർസെക്ഷൻ T minus lambda I equal to T minus lambda raised to J minus 1 equal to സെറ്റ് 0 എന്ന് പ്രൂവ് ചെയ്യണം. ക്ലിയർലി T minus lambda I V1, etc. T minus lambda I VR ആർ എവിടെ ഉണ്ട്? T minus lambda raised to Jയിലുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. കാരണം നമ്മൾ ഫോർ V1, etc. VR T minus lambda raised to J plus 1 നിന്നാണ് എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് T minus lambda raised to J plus 1 ഓഫ് VI എന്തായിരിക്കും? 0 ആയിരിക്കും ഫോർ ഈച്ച് ഐക്ക്. ഞാൻ സ്പ്ലിറ്റ് ചെയ്ത T minus lambda raised to J ഓഫ് T minus lambda I of VI equal to 0 എന്ന് എഴുതാം. സപ്പോസ് ദാറ്റ് അപ്പോൾ അതിൽ നിന്നാണ് നമ്മളെന്ത് പറയുന്നത് T minus lambda I of VI എവിടെ വരുന്നത്? T minus lambda raised to Jക്കകത്ത് വരുന്നത്. സപ്പോസ് ദാറ്റ് ഫോർ സം സ്കെയിലേഴ്സ് ആൽഫ ആൻഡ് കോമൻസ് ആൽഫ summation is equal to 1 to r alpha I T minus lambda I of VI is equal to 0. അപ്പോൾ നമ്മൾ അസ്യൂം ചെയ്യുന്നു ഫോർ സം സ്കെയിലേഴ്സ് ആൽഫ ആൻഡ് കോമൻസ് ആൽഫ ആറിന് സിഗ്മ ആൽഫ I T minus lambda I of VI is equal to 0 എന്ന് അസ്യൂം ചെയ്യുന്നത്. അതായത് T minus lambda I of VIയുടെ ലീനിയർ കോമ്പിനേഷൻ ഈക്വൽ ടു 0. ദെൻ സിഗ്മ is equal to 1 to r T minus alpha I of alpha I VI equal to 0 എന്ന് കിട്ടും. T minus lambda I പുറത്ത് കോമൺ എടുത്താൽ T minus lambda I of സിഗ്മ ആൽഫ I VI is equal to 0 എന്ന് കിട്ടും. അതിൻ്റെ അർത്ഥം സിഗ്മ ആൽഫ I VI എവിടെ വരുന്നുണ്ട്? നൾ സ്പേസ് T minus lambda യിൽ വരുന്നുണ്ട്. അത് സബ്സെറ്റ് നൾ സ്പേസ് T minus lambda raised to J ആണ്. പിന്നെ അപ്പോൾ സിഗ്മ ആൽഫ I VI നൾ സ്പേസ് T minus lambda raised to Jയിലുണ്ടെന്ന് കിട്ടി. ഇനി സ്പാൻ ഓഫ് V1, etc. VN ഇൻ്റർസെക്ഷൻ T minus lambda raised to J ഈക്വൽ ടു സെറ്റ് 0 ആയതുകൊണ്ട് തന്നിട്ടുള്ളതാണോ നോക്കിയോട്ടെ. തന്നിട്ടുള്ളതാണ്. അത് ഇൻ്റർസെക്ഷൻ സെറ്റ് 0 ആണ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ സിഗ്മ VI ആ ഇൻ്റർസെക്ഷനിലുണ്ടെങ്കിൽ അത് 0 ആയിരിക്കും. അപ്പോൾ VIകളെല്ലാം ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയതുകൊണ്ട് ആൽഫ ഈസ് ഈക്വൽ ടു 0 കിട്ടും. അപ്പോൾ ഈ പറഞ്ഞ എല്ലാ സ്കെയിലാർ 0 ആയി. നമ്മൾ ഇത് സിഗ്മ ഇത് എവിടെ നിന്ന് വന്നതാണ്? ഈ ആൽഫ I T minus lambda I VIയുടെ ലീനിയർ കോമ്പിനേഷനായിട്ട് എഴുതുമ്പോൾ ഉള്ളതായിരുന്നു സ്കെയിലേഴ്സാണ്. അപ്പം അത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ് കിട്ടിയ സ്കെയിലാർ 0 ആയതുകൊണ്ട്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ എക്സ് ബിലോങ്സ് ടു സ്പാൻ T minus lambda I of VI, etc. V1, etc. പിന്നെ അതിനകത്ത് നിന്ന് എടുക്കുന്നു. എക്സ് സ്പാൻ ഓഫ് ഈ സാധനത്തിനകത്ത് ഇൻ്റർസെക്ഷൻ T minus lambda raised to J plus 1 നടക്കുന്നു. ദെൻ ദർ എക്സസ് ഇത് സ്പാനിനകത്ത് വരുന്ന ആയതുകൊണ്ട് ആരുടെ സ്പാനിനകത്താണ് വരുന്നത് അതിൻ്റെ ലീനിയർ കോമ്പിനേഷനായിട്ട് എഴുതുക. അപ്പോൾ എക്സ് സബ്മിഷൻ ഐസിക്കൽ 1 to r ബീറ്റ I T minus lambda I VI T minus lambda I of T minus lambda I raised to J minus 1 of x is equal to 0. അവിടെ T minus lambda raised to J minus 1 ആണെന്ന് തോന്നുന്നു. നോക്കട്ടെ. J minus 1. അപ്പം അത് T minus lambda raised to J minus 1 ഉള്ളതുകൊണ്ട് T minus lambda raised to J minus 1 of x എന്തായിരിക്കും? 0 ആയിരിക്കും. ഇംപ്ലൈസ് T minus lambda I the whole raised to J of sigma beta I VI equal to നമ്മൾ അതിനെ സ്പ്ലിറ്റ് ചെയ്ത് T minus lambda raised to J minus 1 അകത്തേക്ക് ഒരു T minus lambda I കൊടുത്താൽ സിഗ്മ I സിഗർ 1 to r ബീറ്റ I T minus lambda I of VI equal to T minus lambda I raised to J minus 1 of ആ കൂടെ അകത്തുള്ളതിന് എന്തെന്ന് എടുക്കുന്നു? എക്സ് എന്ന് എടുക്കുന്നു. ഈക്വൽ ടു എന്താണ്? 0 കിട്ടണം. കാരണം എക്സ് T minus lambda raised to J minus 1 of x is equal to 0 ആണ്. ദാറ്റ് ഈസ് സിഗ്മ ബീറ്റ I VI എവിടെ വരുന്നുണ്ട്? സ്പാൻ ഓഫ് V1, etc.
വി ആർ ഇൻ്റർസെക്ഷൻ ഇപ്പം നമ്മൾ എൻ ടി മൈനസ് ലാംഡ റേസ് ടു ജെയിൽ വരുന്നുണ്ട്. കാരണം എന്താണ്, ഈ സിഗ്മ ബീറ്റ വി ഐ ടി മൈനസ് ലാംഡ റേസ് ടു ജെയിലേക്ക് അപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് 0 കിട്ടി. ഇപ്പോൾ സിഗ്മ ബീറ്റ വി ഐ എന്ന് പറയുന്നത് ബിലോങ്സ് ടു സ്പാൻ ഓഫ് വി വൺ കോമ എക്സ്ട്രാ വി ആർ ഇൻ്റർസെക്ഷൻ എൻ ടി മൈനസ് ലാംഡ റേസ് ടു ജെ എന്ന് പറയാം. ഇംപ്ലൈസ് നമുക്ക് എന്ത് പറയാം, സിഗ്മ ബീറ്റ വി ഐ എന്ന് പറയുന്നത് ഇവിടെ ഇൻ്റർസെക്ഷൻ സ്പാൻ ഓഫ് വി വൺ കോമ എക്സ്ട്രാ വി ആർ ഇൻ്റർസെക്ഷൻ എൻ ടി മൈനസ് ലാംഡ റേസ് ടു ജെ എന്ന് പറയുന്നത് 0 ആണെന്നാണ് തന്നിട്ടുള്ളത്. അപ്പോൾ സിഗ്മ ബീറ്റ വി ഐ 0 ആണ്. ഇനി വി ഐകളെല്ലാം ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയതുകൊണ്ട് ബീറ്റ ഐകളെല്ലാം 0 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ സ്കെയിലറുകളെല്ലാം 0 ആണെന്ന് കിട്ടി. എക്സ് 0 ആണെന്ന് കിട്ടി. എക്സ് ഈ പറഞ്ഞ ഇൻ്റർസെക്ഷനിൽ നിന്ന് എടുത്തതായിരുന്നു. അപ്പോൾ ആ സാധനം എന്താണ് ഇൻ്റർസെക്ഷനിൽ വരുന്നത്, സ്പാൻ ഓഫ് ടി വൺ അത് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളതായിരുന്നത്. അത് ഇൻ്റർസെക്ഷൻ എന്ന് പറയുന്നത് 0 ആണെന്ന് പ്രൂവ് ചെയ്തു.